ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട്, ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശുക്രൻ മകര രാശിക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ 8ാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. ഗ്രഹം നീചസ്ഥനാണ്, നീചക്ഷേത്രത്തിൽ നിൽക്കുന്നു. പക്ഷേ 8ാം ഭാവത്തെക്കാളും ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രായണം നല്ലതാണ്. ഇവിടെ ശുക്രൻ മകരൻ രാശിക്കാർക്ക് അവരുടെ 5ാം ഭാവാധിപത്യം, സന്താനഭാവം, ബുദ്ധിഭാവം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. അപ്രകാരം മകരൻ രാശിക്കാരുടെ കർമ്മഭാവവും കൂടെയാണ്. ഇവിടെ ഗ്രഹം നീചസ്ഥനാണ്, 9ാം ഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും ഈ ശുക്രൻ കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി അഷ്ടമത്തിൽ നിൽക്കുന്നതിനെക്കാട്ടും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകും. 9ാം ഭാവത്തിൽ ഈ ശുക്രൻ വരുന്നത്. കർമ്മമേഖല മാറി മറ്റൊരു കർമ്മത്തിലേക്ക് ചിന്തിക്കാം. അതിനാൽ ആഗസ്റ്റ് 7 മുതൽ ജോലി നഷ്ടപ്പെടുക ബുദ്ധിമുട്ടുള്ളവർക്ക് സെപ്റ്റംബർ 7 മുതൽ മറ്റൊരു സ്ഥലത്ത് നല്ല അനുകൂലമായ സ്ഥിതി സഞ്ജാതമാകുന്ന ഒരു സമയമാണ്. നന്നായി വായിക്കാൻ കുട്ടികൾ തയ്യാറാകണം. ബുദ്ധിമതി നീചക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും വിദ്യാവിഷയത്തിൽ ഒരു കോംപ്രമൈസ് പാടില്ലെന്ന് പ്രത്യേകം പറയട്ടെ. ഇത് മന്ത്രവതിയാണ്. നന്നായി ദേവീപ്രീതി ചെയ്യുക. രക്തപുഷ്പാഞ്ജലി കടുംപായസം അല്ലെങ്കിൽ വിളക്കുമാല പായസം ദേവീക്ഷ ചെയ്യുക. അതേ രീതിയിൽ തന്നെ കർമ്മമേഖലയിലെ ദോഷങ്ങൾ മാറാൻ കർമ്മമുട്ട് ചെയ്യുന്നത് വളരെ ഗുണമാണ്. വെള്ളിയാഴ്ച കർമ്മമുട്ട് ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. ഇവിടെ മന്ത്രവതിയാകയാൽ ഏകാഗ്രത ചെറിയ കുട്ടികൾക്കൊക്കെ വേണം. അവരുടെ ആജ്ഞാചക്രം, 3rd ഐ ചക്രത്തെ ആക്റ്റീവാക്കണം. അതൊക്കെ ചെയ്തു തരുന്ന ധാരാളം മഹാന്മാരായ യോഗികൾ നമ്മുടെ കൂടെയുണ്ട്. ഏതായാലും മകരൻ രാശിക്കാർക്ക് ശുക്രൻ കഴിഞ്ഞ മാസത്തിൽ അനുഭവിച്ചതിനേക്കാളും നന്മകൾ പ്രദാനം ചെയ്യും. കാത്തിരിക്കുക. വളരെ അനുകൂലമായി വരട്ടെ, ഭവിക്കട്ടെ. നന്ദി, നമസ്തേ.